ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ പാർട്ടുകളാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ തേർഡ് ഫോർത്ത് മൊഡ്യൂളിലെ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. 2 വീഡിയോസാണ് ഇതടക്കം 2 വീഡിയോ ആണ് ഉണ്ടാവുക. ഈ വീഡിയോ കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടെ. അതേപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത കിർച്ചോഫ് വോൾട്ടേജിലോ കിർച്ചോഫ് കറണ്ടിലോ പോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ, അതേപോലെ തന്നെ ബാറ്ററിയുടെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും പോലുള്ള ഭാഗങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അത് പഠിക്കുക. ഓൾറെഡി നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് വെച്ചുകൊണ്ട് നമ്മളൊരു പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ അതിന് നേരിടേണ്ടി വരുന്ന തടസ്സത്തിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദി ഓമിക് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ സർക്യൂട്ട് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൻ്റെ യൂണിറ്റ് ഓം ആയതുകൊണ്ട് ഓമിക് ഒപ്പോസിഷൻ എന്ന് പറയുന്നു. അടുത്തത് ലോസ് ഓഫ് റെസിസ്റ്റൻസ്. ഓംസ് ലോയുടെ കൂടെയൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ലോസ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചാലകമാണ്, കറണ്ടിനെ കടത്തിവിടുന്ന വസ്തുവാണ്. എങ്കിൽ പോലും അതിനും ചില തടസ്സങ്ങൾ നമ്മൾ കറണ്ടിന് ഏർപ്പാടാക്കുന്നുണ്ട്, കറണ്ടിനെതിരെ കൊടുക്കുന്നുണ്ട്. ആ തടസ്സത്തിൻ്റെ അളവ് എത്രത്തോളമാണ്? ഈ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിൻ്റെ നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് അഥവാ തടസ്സവും കൂടുതലായിരിക്കും. അതാണ് ആർ പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതേപോലെ തന്നെ ഏരിയ അഥവാ വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. വണ്ണം കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ടാണ് ആർ പ്രൊപ്പോർഷണൽ ടു 1/, ഏരിയ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ ടു 1/, എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് ഏത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറ്റം വരുന്നുണ്ട്. കോപ്പറിനും അലൂമിനിയത്തിനും അതേപോലെ തന്നെ സിലിക്കണിനും എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസിസ്റ്റൻസാണ് ഉള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി പ്രൊപ്പോർഷണാലിറ്റി വെച്ചുകൊണ്ട് എഴുതിയ സംഭവത്തിനെ ഒരുമിച്ച് ചേർത്താൽ ആർ പ്രൊപ്പോർഷണൽ ടു L/A. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ടൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് റോ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. റോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അക്ഷരമാണ് റോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അക്ഷരമാണ് റോ. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. റോ എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കുക, ഇതിനൊരു ഡെഫിനിഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഏരിയ 1 ആയിട്ട് എടുക്കുക, അതേപോലെ ലെങ്ത്തും 1 ആയിട്ട് എടുക്കുക. അപ്പോൾ 1/1 എന്ന് പറഞ്ഞ് ഇത് പോവും. ബാക്കി അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്ന് വരും. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ പറയാം? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് തന്നെയാണ്. എങ്ങനെയുള്ള റെസിസ്റ്റൻസ്? ആ സമയത്ത് നമ്മുടെ ലെങ്ത്തും ഏരിയയും എന്താണ്? 1 ആണ്. അപ്പോൾ ലെങ്ത്തും ഏരിയയും 1 ആകുന്ന സമയത്തുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഡെഫിനേഷനായിട്ട് താഴെ കൊടുത്തത്. ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് ലെങ്ത്ത് 1 യൂണിറ്റ് ആൻഡ് ഏരിയ 1 യൂണിറ്റ്. അതാണ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് യൂണിറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. റോ ഇസ് ഈക്വൽ ടു RA/L. ഇവിടെ നിന്ന് ഉണ്ടാക്കി. റോ ഇസ് ഈക്വൽ ടു എനെ പുറത്തേക്ക് കൊണ്ടുപോയി എല്ലിനെ പുറത്തേക്ക് കൊണ്ടുപോയി. അതിൻ്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, എല്ലിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ. അപ്പോൾ ഓം മീറ്റർ എന്നുള്ളതാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. റെസിസ്റ്റിവിറ്റിയുടെ 1/, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കിട്ടും. അതൊക്കെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ 1/, എടുത്തു കഴിഞ്ഞാൽ കണ്ടക്റ്റൻസ് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക്കൽ പവർ എന്താണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇലക്ട്രിക്കൽ പവർ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി എന്താണെന്നുള്ളത്. സാധാരണ പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ വർക്ക് ഡണിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ വർക്ക് ഡണിനെ പവർ dW/dt. റേറ്റ് ഓഫ് d/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് W എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണ്, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എത്ര വർക്കാണ് നമ്മൾ, എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര വർക്ക് നമ്മൾ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുക. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം ആയതുകൊണ്ട് ജൂൾ/സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് എന്ന് പറയും. അടുത്തത് ഇലക്ട്രിക്കൽ എനർജി എന്താണ്? ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയും. ഈസ് എബിലിറ്റി ടു ഡു വർക്ക്, ഇലക്ട്രിക്കൽ എനർജി ആയതുകൊണ്ട്. യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് kW/h ആണ്. kWh, kW/h. അല്ലെങ്കിൽ ഈ kW/h എന്നുള്ളതിനെ ഒരു യൂണിറ്റ് എന്നും പറയാറുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന യൂണിറ്റ് എന്നല്ല പറഞ്ഞത്,
ഈ കിലോ വാട്ട് അവർ എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് യൂണിറ്റ് എന്ന് പറയാറുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്താണ്? രണ്ട് കണ്ടക്ടറുകൾ തമ്മിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ, റെസിസ്റ്റൻസോ അങ്ങനെയുള്ള പ്രതിരോധമൊന്നും കൂടാതെ രണ്ട് കണ്ടക്ടറുകൾ തമ്മിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ആവുക എന്ന് പറയും. ഇഫ് ടു കണ്ടക്ടേഴ്സ് ആർ ഡയറക്ട്ലി ടച്ചസ്, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, ഇഫ് ടു കണ്ടക്ടേഴ്സ് ആർ ഡയറക്ട്ലി ടച്ച്ഡ് ഓർ കണക്റ്റഡ് ഈച്ച് അതർ ഇറ്റ് ഈസ് കോൾഡ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ട് സർക്യൂട്ടിൻ്റെ സമയത്ത് രണ്ട് കണ്ടക്ടറുകളും തമ്മിൽ ടച്ച് ആവുന്ന സമയത്ത് അവിടെയുള്ള വോൾട്ടേജ് 0 ആവും, അതേപോലെ തന്നെ അവിടെയുള്ള കറണ്ട് വെരി ഹൈ ആവും, ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു കണ്ടക്ടർ ഇങ്ങനെ പോകുന്ന വഴിക്ക് അതിൻ്റെ ഒരു പാർട്ട് അങ്ങനെ കട്ടായിപ്പോയി, ഡിസ്കണക്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിഞ്ഞുപോയി, അപ്പോൾ അതിന് ഓപ്പൺ സർക്യൂട്ട് എന്ന്. ഇപ്പോൾ കണ്ടക്ടർ ഈസ് ഓപ്പൺഡ് ഓർ ഡിസ്കണക്റ്റഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് പിന്നെ അതിലേക്കൂടെ കറണ്ട് പോവില്ല, കാരണം അവിടെ പാത്ത് മുറിഞ്ഞുപോയി. അപ്പോൾ കറണ്ട് 0 ആണ്, പക്ഷേ അവിടെ വോൾട്ടേജ് ഉണ്ടാകും. ഓപ്പൺ സർക്യൂട്ടിൽ എന്തുണ്ടാകും? വോൾട്ടേജ് ഉണ്ടാകും. നെക്സ്റ്റ്, വോൾട്ടേജ് ഡിവിഷൻ റൂൾ. എക്സാമിന് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് ഇതും. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്താണെന്നുള്ളത്. വോൾട്ടേജ് റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, വി എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്നു. നമുക്ക് രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ വരിക. അപ്പോൾ R1 എത്ര വോൾട്ട്, ഈ വി എന്ന് പറയുന്ന വോൾട്ടേജ് R1 R2 കൂടെ സ്പ്ലിറ്റ് ആയി പോകും അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. അപ്പോൾ R1 എത്ര വോൾട്ടേജ് ഉണ്ട്, അതേപോലെ R2 എത്ര വോൾട്ടേജ് ഉണ്ട്, ഇതാണ് കാണേണ്ടത്. R1 വോൾട്ടേജിനെ V1 എന്നും R2 വോൾട്ടേജിനെ V2 എന്നും വിളിക്കാം. അപ്പോൾ V1 കാണണമെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. V1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോട്ടൽ വോൾട്ടേജ് V ഇൻറ്റു നമ്മുടെ ഏത് റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് ആണ് കാണേണ്ടത്, ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ R1 കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1ൻ്റെയും R2ൻ്റെയും കൂടെ സമ്മ്. ഇനി നമ്മൾ R2 കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ സമ്മ്. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഇവിടെ പറയേണ്ടത് ടോട്ടൽ വോൾട്ടേജ് ജനറലായിട്ട് നമുക്ക് ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ബ്രാഞ്ചിലെ വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ബ്രാഞ്ചിലെ വോൾട്ടേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ആ ബ്രാഞ്ചിലെ ഏത് ബ്രാഞ്ചിലെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റൻസുകളുടെ സം ഓഫ് റെസിസ്റ്റൻസ്. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. ഇതേപോലെ കറണ്ട് ഡിവിഷൻ റൂൾ ഉണ്ട്. കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിവിടെ വോൾട്ടേജ് സോഴ്സ് എന്തെങ്കിലും കൊടുത്തു, അപ്പോൾ അതിൽ നിന്ന് കറണ്ട് ഇങ്ങനെ I എന്ന് പറയുന്ന കറണ്ട് പോകുന്നുണ്ട്. അത് ഇവിടെ വെച്ച് പാരലായിട്ട് രണ്ട് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബ്രാഞ്ചിൽ കൂടെ I1 എന്ന് പറയുന്ന കറണ്ട് പോയി, രണ്ടാമത്തെ ബ്രാഞ്ചിൽ കൂടെ I2 എന്ന് പറയുന്ന കറണ്ട് പോയി. ഒന്നാമത്തെ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തെ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് R2. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ബ്രാഞ്ചിൽ കൂടെ പോയ I1 എന്ന് പറയുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് ഡിവിഷൻ, അതായത് ഇവിടെ കറണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഒക്കെ സെയിം ആണ്, പക്ഷേ കറണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട്, നമ്മുടെ അവിടെ ഉള്ള കറണ്ട്, ടോട്ടൽ കറണ്ട് ഇൻറ്റു ഏത് ബ്രാഞ്ചിൽ, ഇപ്പോൾ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലുള്ള കറണ്ട് അഥവാ I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ റെസിസ്റ്റൻസ് എടുക്കുക. ഇതിലെ കൂടെയുള്ള കറണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പുറത്തുള്ള റെസിസ്റ്റൻസ് എടുക്കുക, R2 ഡിവൈഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. ഇതേപോലെ I2 ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. ഇതേപോലെ നമുക്ക് I2 ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. I2 എന്ന് പറഞ്ഞാൽ ഏതാ? ഇതിലെ കൂടെയുള്ള കറണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ കറണ്ട് ഇൻറ്റു ഇപ്പുറത്തെ റെസിസ്റ്റൻസ് എടുക്കുക. അപ്പുറത്ത് കൂടെയുള്ള കറണ്ടാണ് ഇപ്പുറത്തെ റെസിസ്റ്റൻസ് R1 ഡിവൈഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ് R1. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? മറ്റേ നേരെ തിരിച്ചാണ്. അതായത് കറണ്ട് ത്രൂ എ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. ഏത് ബ്രാഞ്ചിലെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്? ആ ബ്രാഞ്ചിലല്ല മുകളിൽ വെക്കേണ്ടത്, അപ്പുറത്തെ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് വെക്കേണ്ടത്, ഡിവൈഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ. ഇതേപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു സംഭവമാണ് മെയിൻ്റനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി നമ്മുടെ വീഡിയോസ്, അതായത് നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള പഴയ വീഡിയോകളിലുണ്ട്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. അത് പക്ഷേ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ പ്രത്യേകം നോക്കണം. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ വീഡിയോസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിർച്ചോഫ് വോൾട്ടേജ് ലോ, കിർച്ചോഫ് കറണ്ട് ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിസ്സായതെല്ലാം അവിടെ ഉണ്ടാവും, ആവശ്യമുള്ളത്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് മെയിൻ്റനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലെഡ് ആസിഡ് ബാറ്ററീനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കേടാവാതെ സൂക്ഷിച്ച് അതിങ്ങനെ എന്താ പറയുക, അത് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തത്, ഡിസ്ചാർജിങ് ഷുഡ് നോട്ട് ബി പ്രൊലോങ്ഡ് ആഫ്റ്റർ റീച്ചിങ് മിനിമം വോൾട്ടേജ്.
അപ്പോൾ ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത് ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും ഉണ്ട്. ചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിയിലുള്ള ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഇലക്ട്രിസിറ്റി കുത്തിയിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ചാർജിങ്ങിൻ്റെ സമയത്ത് സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചാർജിങ്ങിൻ്റെ സമയത്ത് ചെയ്യുന്നത്. ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇപ്രകാരം സ്റ്റോർ ചെയ്തിട്ടുള്ള ചാർജിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്തതിനെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി നമ്മളത് യൂസ് ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജിങ് എന്ന് പറയുക. അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് ആ സമയത്ത് ഇങ്ങനെ തീർന്ന് വരും. അപ്പോൾ ഈ ഡിസ്ചാർജ് ചെയ്യുന്നത് ഒരുപാട് അങ്ങോട്ട് പ്രൊലോങ് ചെയ്യാൻ പറ്റില്ല, നീട്ടി വെക്കാൻ പറ്റില്ല. ഒരുപാട് നേരം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിമം വോൾട്ടേജ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ചാർജിൽ ഇടേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ അത് ആ വോൾട്ടേജ് ഇങ്ങനെ ഫുള്ള് 0 ആവുന്ന വരെയല്ല, ഒരു മിനിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ഉണ്ട്, ആ വോൾട്ടേജ് വരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിങ് കണ്ടീഷനിൽ കുറേ നേരം നമ്മൾ വെക്കാൻ പറ്റില്ല. അതുപോലത്തെ തന്നെ പോയിന്റാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് ഇൻ ഡിസ്ചാർജ് കണ്ടീഷൻ ഫോർ ലോങ് ടൈം. ഒരുപാട് നേരം ഡിസ്ചാർജിങ് കണ്ടീഷനിൽ ഇടാൻ പാടില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ചാർജ് ചെയ്യണം. പിന്നെ അതായത് ഡിസ്ചാർജ് ചെയ്യാൻ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോവുക അല്ലേ. അടുത്ത മൂന്നാമത്തെ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ്. അതായത് നമ്മൾ ഒരു പിന്നെ ബാറ്ററിയിൽ സെല്ലിലൊക്കെ ഇലക്ട്രോലൈറ്റ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ടോപ്പ് പ്ലേറ്റിൻ്റെ ഒരു 10-15 മില്ലിമീറ്റർ മുകളിലായിട്ട് അത് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അത് ആ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ എയറുമായിട്ട് ഓപ്പൺ ആയിട്ട് വെക്കരുത്, എക്സ്പോസ്ഡ് ആയിട്ട് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞാൽ ഈ ഇവാപ്പറേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഇവാപ്പറേഷൻ സംഭവിക്കും, ബാഷ്പീകരണം. അപ്പോൾ ഈ ബാഷ്പീകരണം സംഭവിച്ച് അതിലുള്ള വെള്ളമൊക്കെ വാട്ടർ കണ്ടൻറ്റ് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. വെള്ളം ബാറ്ററി വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത് വെൻറ്റ് ഓപ്പണിംഗ് ഷുഡ് ബി കെപ്റ്റ് ഓപ്പൺ. വെൻറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്, അതിനകത്തുള്ള ഗ്യാസൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ പുറത്തേക്ക് വിടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ മുകൾ ഭാഗത്തായിട്ട് അവിടെ ആസിഡും അതേപോലെ തന്നെ തുരുമ്പിക്കുക, കൊറോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഒരു അമോണിയ വാട്ടർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം, അത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. അതുപോലെ ബാറ്ററി ടെർമിനൽ, അതുപോലെ മുകളിലുള്ള മെറ്റൽ സപ്പോർട്ടുകൾ, ഇതെല്ലാം നല്ല കൃത്യമായിട്ട് ക്ലിയറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അതേപോലെ വാസ്ലൈനൊക്കെ ഇട്ടിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ്റനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടെ, എനർജി കൺവേർഷൻ ഇൻ ബാറ്ററി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഈ ബാറ്ററിയിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താ? ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത്, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബാറ്ററിയിലുള്ള കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്ത കെമിക്കൽ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത്. ചാർജിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ സപ്ലൈയിൽ നിന്ന് എടുത്തിട്ട് അതിന് നേരെ കെമിക്കൽ എനർജി ആക്കി അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ചാർജിങ്. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെയുള്ള മറ്റൊരു സംഭവമാണ് കൂളൂംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. അപ്പോൾ ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നോ കൂളൂംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നോ കൂളൂംസ് ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കുക. കൂളൂംസ് ലോ മാഗ്നറ്റിസത്തിലുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മാഗ്നറ്റിസത്തിലുള്ള കൂളൂംസ് ലോ, ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള കൂളൂംസ് ലോയാണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, 2 ലോയാണ്. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചാർജസ് റിപ്പൽ, ഒരേപോലെയുള്ള ചാർജുകൾ. അപ്പോൾ പോസിറ്റീവ്, അതേപോലെ നെഗറ്റീവ്, ഇത് രണ്ടും അകന്ന് പോവുക ചെയ്യുക, റിപ്പൽ ചെയ്യുക. അവയ്ക്കിടയിൽ ഫോഴ്സ് ഉണ്ടാവും, പക്ഷേ ഫോഴ്സ് ഓഫ് റിപ്പൾഷനാണ്. ഒരു പോസിറ്റീവ് വെച്ച് അപ്പുറത്തൊരു പോസിറ്റീവ് വെച്ചാൽ രണ്ടും തമ്മിൽ അകന്ന് ഇങ്ങനെ പോകും. ഒരു നെഗറ്റീവ് വെച്ചൊരു നെഗറ്റീവ് അപ്പുറത്തും വെച്ച് രണ്ടും തമ്മിൽ അകന്ന് പോകും. അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വെച്ച് അപ്പുറത്ത് നെഗറ്റീവ് ചാർജ് വെച്ചു, അത് രണ്ടും അങ്ങനെ അടുത്തേക്ക് വരും, ആകർഷിക്കും, ഓപ്പോസിറ്റ് ചാർജുകൾ ആകർഷിക്കും. സെക്കൻഡ് ലോ പറയുന്നത്, അപ്പോൾ ഈ രണ്ടും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ ഉണ്ടാവും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് അതിൻ്റെ ചാർജുകളുടെ സ്ട്രെങ്ത്തിന്, ആ ചാർജുകളുടെ വാല്യൂസിൻ്റെ ഗുണനഫലം. ഇപ്പോൾ ഒരു ചാർജിൻ്റെ പേര് Q1 ആണ്, മറ്റേ ചാർജിൻ്റെ പേര് Q2 ആണ്. അതിൻ്റെ ശക്തി ഈ 2 ചാർജും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ആ ഗുണനഫലത്തിന് ആനുപാതികമാണ് ഇതിൻ്റെ ഫോഴ്സ്, ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ചാർജിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും. രണ്ടാമത്തത്, അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ്, 2 ചാർജുകൾ വെച്ച ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ദൂരം ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 5 മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ 5ൻ്റെ സ്ക്വയർ 25, ആ 25 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയുക ചെയ്യുക, ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഫോഴ്സ് കൂടും. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി F പ്രൊപ്പോർഷണൽ Q1 Q2 by R². പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് 1/4πε0 Q1 Q2 by R². അതൊരു മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ 1/4πε0 εr എന്നും കൂടെ ചേർത്ത് കൊടുക്കുക, Q1 Q2 by R². ഇനി അടുത്ത അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പെർമിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ചാർജ് ഇവിടെ വെച്ചു, അപ്പുറത്തൊരു ചാർജ് വെച്ചു, അതിൻ്റെ ഇടയ്ക്കൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫോഴ്സിനെ പെർമിറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ചാർജ്, നമ്മൾ 2 ചാർജുകൾ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ചാർജുകൾക്ക് ഇടയ്ക്കൊരു മീഡിയം ഉണ്ടാവും.
ആ മീഡിയമാണ് ഇവർ തമ്മിലുള്ള ഫോഴ്സിനെ അനുവദിക്കുന്നത്. ശരിയല്ലേ? ഇപ്പം ഞാനൊരു ചാർജ് ഇവിടെ വെച്ചു, അപ്പുറത്തൊരു ചാർജ് വെച്ചു, രണ്ടൊരു ഡിസ്റ്റൻസിലാണ് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു മീഡിയം ഉണ്ടാവും, എയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയം ഉണ്ടാവും. ആ മീഡിയം എന്ത് ചെയ്യും? ഈ ചാർജ് മറ്റേ ചാർജ് തമ്മിലുള്ള ഫോഴ്സിനെ അനുവദിക്കും. അതിനാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുക. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഒരു മീഡിയത്തിലുള്ള അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഉണ്ട്, അതുപോലെ എയറിലുള്ള ഫ്രീ സ്പേസിലുള്ള അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഉണ്ട്. എയറിൻ്റെ അല്ലെങ്കിൽ വാക്വത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഇക്വേഷൻ ഇതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷനിൽ അതിൻ്റെ വാല്യൂ ഇതാണ് 8.85 × 10⁻12 ഫാരഡ് പെർ മീറ്റർ. എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പെർമിറ്റിവിറ്റി, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് വാക്വത്തിൻ്റെ സിമ്പലാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു മീഡിയത്തിലുള്ള അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി, ഒരു മീഡിയത്തിലുള്ള പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ വാക്വത്തിലുള്ള പെർമിറ്റിവിറ്റി, അതിനെയാണ് നമ്മൾ വാക്വത്തിലുള്ള അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന്. അപ്പോൾ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികം, ഒന്നിനപേക്ഷികം മറ്റത്. മീഡിയത്തിലുള്ള അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ വാക്വത്തിലുള്ള അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഫോഴ്സ് വെച്ചിട്ടും പറയത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സിലിക്കൺ ആറ്റത്തിൻ്റെയും ജെർമേനിയം ആറ്റത്തിൻ്റെയും സ്ട്രക്ചർ. സിലിക്കൺ ആറ്റത്തിൽ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, 14 ആറ്റങ്ങളുള്ള അറ്റോമിക് നമ്പർ 14 സിലിക്കൺ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ വരിക. നമുക്ക് സാധാരണഗതിയിൽ ഒന്നാമത്തെ ഷെല്ലിൽ 2 ആറ്റം, രണ്ടാമത്തേൽ 8, മൂന്നാമത്തേൽ 18, നാലാമത്തേൽ 32, അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത്. 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ മാത്രമേ പോവുള്ളൂ. അപ്പോൾ അവസാനത്തെ ഷെല്ലിൽ നമുക്ക് 8-ലധികം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഷെല്ല് എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സിലിക്കണ് 14 അറ്റോമിക് നമ്പറാണ്. 14 ഇലക്ട്രോൺസ് ഉണ്ടാവും, 14 പ്രോട്ടോൺസ് ഉണ്ടാവും. പ്രോട്ടോൺസ് അതിനകത്തുള്ള ന്യൂക്ലിയസിലാണ്, ഇലക്ട്രോൺസ് അതിനെ ചുറ്റുമാണ്. ന്യൂട്രോൺസും ഈ ന്യൂക്ലിയസിലാണുള്ളത്, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇലക്ട്രോൺസ് പുറത്ത് ആദ്യത്തെ ഷെല്ലിൽ 2, ആകെ 14 അറ്റോമിക് നമ്പർ. ആദ്യത്തെ ഷെല്ലിൽ 2, തൊട്ടടുത്ത ഷെല്ലിൽ എത്ര വരെ പോകും? 8 വരെ പോകും. അപ്പോൾ 10ആയി. അപ്പോൾ ബാക്കി ഇനി എത്ര വേണം? 4. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ 4, അതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോ ഷെല്ല് നോക്കിയാൽ കാണാം, പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ്. ഒന്നാമത്തേൽ 2, രണ്ടാമത്തേൽ 8, മൂന്നാമത്തേൽ 4, 2, 8, 4, 14. ജെർമേനിയം ആറ്റം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേൽ 2, രണ്ടാമത്തേൽ 8, അപ്പോൾ 10ആയി. 32 ജെർമേനിയത്തിൻ്റെ. മൂന്നാമത്തേൽ 18, അപ്പോൾ 10, 18, 28. പിന്നെ നാലാമത്തേൽ 4, 32. ഈ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ജെർമേനിയം ആറ്റം. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സ്ട്രക്ചർ വരച്ച് വയ്ക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? മോട്ടോറുകളിലും ജനറേറ്ററുകളിലും ട്രാൻസ്ഫോമറുകളിലും റിലേസിലും ഇലക്ട്രിക് ബെല്ല്, ബസ്സേഴ്സ്, ലൗഡ് സ്പീക്കർ, ഹെഡ്ഫോൺസ്, മാഗ്നറ്റിക് റെക്കോർഡിംഗ്, അതുപോലെ ഡാറ്റ സ്റ്റോറേജ്, ഇതിലെല്ലാം ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, ഞാൻ ആ ഷോർട്ടായിട്ട് എഴുതിയതാണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. അതായത് ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിസ്റ്റൻസിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് വന്നു. ആ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. എപ്പോഴാണ് റെസിസ്റ്റൻസിൽ ചേഞ്ച് വന്നത്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ മാറ്റം ഉണ്ടാവും. അത് കണ്ടക്ടറിനെ പോലെ ആവില്ല സെമി കണ്ടക്ടറിന് ഉണ്ടാവുക, സെമി കണ്ടക്ടറിനെ പോലെ, അതേപോലെ പിന്നെ ഇൻസുലേറ്ററിന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക, ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം, അതിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസിൻ്റെയും യൂണിറ്റ് ഓം ആണ്, രണ്ട് ക്യാൻസലായി പോകും. RT എന്ന് പറഞ്ഞാൽ T എന്ന് പറയുന്ന ടെമ്പറേച്ചറിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, R0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോഴുള്ള റെസിസ്റ്റൻസ്, ആൽഫ എന്ന് പറയുന്ന ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ചെറിയൊരു ഇക്വേഷനാണ്. വേറെയും ഇക്വേഷൻസ് R2 - R1 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ട്. നിങ്ങൾ ബുക്ക് നോക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലം ഇതിനുണ്ടാവാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിനും കിർച്ചോഫ് വോൾട്ടേജ് ലോ, കറണ്ട് ലോയ്ക്കും ഇതിനെല്ലാം തന്നെയും ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള സമയക്കുറവാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, ഇക്വേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. ഓക്കെ,
ഒരു കാര്യം കൂടെ പറയുക, ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടക്ടറിന് പോസിറ്റീവാണ്, അഥവാ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂടി കണ്ടക്ടിവിറ്റി കുറയുക. അപ്പോൾ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതാണ് ഇതിൽ സംഭവിക്കുന്നത് കണ്ടക്ടറിൽ. പക്ഷേ സെമി കണ്ടക്ടറിലും ഇൻസുലേറ്ററിലും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്ന അവസ്ഥയാണുള്ളത്. ഓക്കെ.